ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ റോബ്ലോക്സിൽ നോക്കൗട്ടാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. നോക്കൗട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കളിക്കാം ഗൈസ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. ലോഡാകുമ്പോഴത്തേക്കും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. നോക്കൗട്ട് ട്രെൻഡിങ് ഗെയിമാണ് ഗൈസ്. ഇപ്പോൾ ഒരു ഗെയിം തുടങ്ങിയതേ ഉള്ളെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് കളിക്കാൻ സമയമില്ല. ഇതെന്തുവാ ഗൈസ്? നമ്മുടെ കയ്യിൽ ഇതുണ്ട് ഗൈസ്. ഒരു ദിവസം ഇതിനകത്ത് എങ്ങനെ ഇരിക്കും ഗൈസ്? കണ്ടാ ഗൈസ്, എൻ്റെ സ്കിന്നൊക്കെ കണ്ട സെറ്റല്ലേ? എൻ്റെ സ്കിൻ സെറ്റാണ് ഗൈസ്. ഇത്രയും കിടക്കട്ടെ. ഗൈസ് വീണ് കഴിച്ചേ. ഞാനിപ്പോൾ പോയി. ക്ലെയിം രണ്ടാമത്തെ ദിവസത്തെ എനിക്കിനി നോക്കേണ്ട എൻ്റെ ഇൻവെൻറ്റോറിയാണ് ഗൈസ്. കണ്ട ലെജൻഡറി കിട്ടി ഗൈസ്. ലെജൻഡറി ഇമോട്ട്സിൽ ഫോർട്ടൻ ഫാമിൻ്റെ ഇമോട്ട്സ് ഉണ്ട് ഗൈസ്. 34 ആപ്സ്. പിന്നെ ഇതിനകത്ത് ഡിഫോൾട്ട് അധികമൊന്നുമില്ല. നമുക്കപ്പോഴത്തേക്കും ഇതിനകത്ത് കയറിയിട്ട് അതിനകത്ത് കയറാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ്. കയറി ഗൈസ്. നമ്മളിവിടെ വേറൊരുത്തനും കൂടെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇത്രയും കിടക്കട്ടെ ഗൈസ്. അതെങ്ങനെയാ ഗൈസ് അങ്ങനെ ആയിപ്പോയി? ഗൈസ് കളി വന്നിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് നമ്മളധികം നോക്കുന്നില്ല. എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് വരണം. എന്നെ എലിമിനേറ്റ് ആക്കി വിട്ടേനന്മാർ ഗൈസ്. ഞാൻ ടി വിയിൽ കളിക്കുവാണെങ്കിൽ അട്ടർ പ്രോ ആണ് ഗൈസ്. പ്രോ എന്ന് വെച്ചാൽ പ്യുവർ പ്രോ. പക്ഷെ ഞാൻ ഇതേപോലെ ഈ സാധനത്തിലാണ് കളി. ഈ ചെക്കനെ അങ്ങ് ഔട്ടാക്കിയേക്കാം. ചെക്കൻ മാറുന്നെങ്കിൽ മാറട്ടെ. ചെക്കനെ ഔട്ടാക്കിയിട്ടേ ഉള്ളു. മാറുന്നെങ്കിൽ മാറും. ഔട്ടാക്കിയിട്ടേ ഉള്ളു ഗൈസ്. ഫസ്റ്റ് നോക്കൗട്ട് ഇപ്പോഴാ പോണ. ഞാൻ ഒത്തിരി നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അമ്മാര് എനിക്കറിയാം ഗൈസ്, അവൻ ആ സൈഡിലോട്ട് പോകും. അപ്പം നമ്മൾ ഇവിടെ ആയിട്ട് ഫുൾ പവറിൽ അങ്ങ് ഒരടി അങ്ങ് കൊടുക്കും തോന്നി ഗൈസ്. അവൻ നടന്നില്ല ഗൈസ്. കുറച്ചുകൂടെ സൈഡ്. ഇതെന്ത് എഗ്ഗ് ഞാൻ ഹാച്ച് ചെയ്തില്ല ഗൈസ്. ഇതിനകത്ത് ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ എനിക്കറിഞ്ഞൂടെ എന്ത് പറ്റിയെന്ന് ഗൈസ്. അടുത്ത കളിയായി ഗൈസ്. ഇവനെന്തുവാ? ഈ ഇമോട്ട് എനിക്കറിയാം ഗൈസ്. ഈ ഇമോട്ട് എൻ്റെ കയ്യിലുണ്ട്. എനിക്കറിയാം ഇമോട്ടിൽ ഗൈസ്. ഫോൾട്ടൻ ഫാമിൻ്റെ ഇമോട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫോൾട്ടൻ ഫാമിൻ്റെ അത് ഒരു അഡ്മിൻ അബ്യൂസിനെ ഗൈസ് കിട്ടാത്തുള്ളൂ ഗൈസ്. അത് കിട്ടണമെങ്കിൽ അഡ്മിൻ അബ്യൂസിൽ കയറണം ഗൈസ്. അതെന്തായിരുന്നു ഗൈസ്? നമ്മൾ നേരെ പോവാണ് ഗൈസ്. ഇവനെ അടിച്ചിടാനുള്ള പരിപാടിയാണ്. നമുക്ക് കുറച്ചുകൂടെ പവർ കൂട്ടിയിട്ടായിരുന്നു. ഇത്തവണ അവനെ എന്നെ അടിക്കാൻ നോക്കും. നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങ് പോവാം. അവൻ ഇങ്ങനെ അടിച്ച് തന്നെ ഇടാൻ നോക്കും തോന്നി എനിക്ക്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിട്ട് അവന്മാർ രണ്ടുപേരും വീണിട്ടുണ്ട് ഗൈസ്. ഇനി ഇവനെ നോക്കണമെങ്കിൽ നമുക്ക് ഫുള്ള് കുറച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വേണ്ടി വരും. ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് ഫുള്ള് കുറച്ചിട്ട്. അവിടെ കണ്ടിക്കട്ടെ. ലോക്ക് ചെയ്യും ഗൈസ്. ഇങ്ങനെ ഇരിക്കും. വേണമെങ്കിൽ ഒരെണ്ണം കുറച്ചേക്കാം. അവൻ്റെ അടുത്ത് പെട്ട് ഗൈസ്. കുറച്ച് പവറിലിടണമായിരുന്നു. അവൻ എന്നെ അടിച്ചങ്ങ് ഇട്ട് ഉരുണ്ട് പോയി ഗൈസ്. ഇവനാണ് ഗൈസ് ജയിച്ച മാർക്കോ.
ഓപ്പൺ ഇതെന്തുവാ ബണ്ടില്? അപ്പോൾ ഗൈസ് നമുക്ക് പ്രാക്ടീസ് കയറാൻ എത്രയുണ്ട്? ഒരെണ്ണമുണ്ട്. ഇത്രയും കിടക്കട്ടെ. നമുക്ക് AFK ചെയ്യാം. അതാകുമ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് റെയിൻബോ സ്കിന്ന് കിട്ടുമോ എന്ന് നോക്കാം. റെയിൻബോ സ്കിന്ന് കിട്ടിയോ സെറ്റായിരിക്കും. കറക്റ്റ് യെല്ലോ. ഒരെണ്ണം കൂടെ കൂട്ടിയിട്ടേക്കാം. അപ്പോൾ കറക്റ്റാ. അതെങ്ങനെ പോയി ഗൈസ്? ഞാൻ പോവാ. കൊള്ളത്തില്ല. പ്രാക്ടീസ് കയറിയിട്ട് ഒന്നും നടന്നില്ല. സ്പിന്ന് വന്നിട്ടുണ്ട്. ഗ്ലിച്ച്. സ്പിന്ന് വന്നിട്ടുണ്ട് ഗൈസ്. ലെജൻഡറി പാർട്ടി സ്കിൻ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഐസ് കിട്ടി ഗൈസ്. ഐസ് എൻ്റെ കയ്യിൽ അത്യാവശ്യം ഉണ്ട്. നമുക്കപ്പോൾ ഒരു സ്പിന്നങ്ങ് ചെയ്താലോ? ബാ, ഒരു സ്കിന്നങ്ങ് ചെയ്യാം. സ്കിൻ ഏറ്റവും കൂടിയത് തന്നെ അങ്ങ് ചെയ്തേക്കാം. പോളാറ്. ഈ സാധനം മാത്രം തരല്ലേ. പോളാറിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ട വൂൾഫിൻ്റെ സാധനമാണ് ഗൈസ്. വീണ്ടും കോമൺ. കോമൺ തന്നെ എപ്പോഴും. ഒരെണ്ണം കൂടെ സ്പിൻ ചെയ്യാലോ? ഒരെണ്ണം കൂടെ സ്പിൻ ചെയ്യാം ഗൈസ്. അണ്ടറഗ്. വീണ്ടും അത് തന്നെ തരല്ലേ. കോമൺ. വീണ്ടും കോമൺ തന്നെ ഗൈസ്. നമ്മുടെ ഇൻവെൻറ്റോറിൽ സ്കിൻസിൽ ഒത്തിരി സ്കിൻസ് ഉണ്ട്. ബണ്ണി റാപ്പിൻ്റെ 2 സാധനമുണ്ട്. സെറ്റ് ഗൈസ്. എൻ്റെ ഷോൾഡറിന് നോക്കിയേ. ഷോൾഡർ ഇത് കൊള്ളാം ഗൈസ്. അവരൊക്കെ ഇതെന്താ വീക്ക്ലി വിൻസ്. ഇതാ വീക്ക്ലി നോക്കൗട്ട് ഒഴികെ. അപ്പോൾ ഈ വീക്ക്ലി ഐസ 2.5 മില്യണോ? ഇതിൻ്റെ സ്കിന്നായിരിക്കും ഗൈസ് കിട്ടുന്നത്. നോക്കൗട്ടിൻ്റെ വിൻസിൻ്റെ ഒക്കെ. സ്പെക്ടേറ്റിൽ നോക്കണ്ട ഗൈസ്. സ്പെക്ടേറ്റിലെല്ലാം നമ്മൾ നോക്കുന്നത് ഗൈസ്. 2 പേര് ഗൈസ്. ലാസ്റ്റ് 2 പേര്. ഇതിനകത്ത് എന്തുവാ? ഇതിനകത്ത് നമുക്ക് സ്പിൻ. ലാസ്റ്റ് 2 പേര് ഗൈസ്. എന്ത് ചെയ്യാവും? ഇപ്പം അവന് അങ്ങോട്ടൊരു ആംഗിൾ പിടിച്ചാൽ അവനെ അടിച്ചിടാം. ഗൈസ് എന്ത് കിടക്കും? ഇമാരാരെ അടിച്ചിടുന്നില്ല. പക്ഷെ ഇത് അവസാനത്തെ റൗണ്ടാണ്. ആരും നോക്കൗട്ട് ആയില്ലെങ്കിൽ ആരും ജയിക്കത്തില്ല. അതെങ്ങനെ? മാച്ച് കഴിഞ്ഞ് ഗൈസ്. ആരും ജയിക്കാത്തതുകൊണ്ട് അടുത്ത കളി. ഈ കളി ഞാൻ എന്തായാലും ജയിച്ചിരിക്കും ഗൈസ്. എനിക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ. ഇവനെ അങ്ങ് അടിച്ചിടും. ചിലപ്പോൾ ഞാൻ പോവും ഗൈസ്. അങ്ങനെ കുറച്ച് കിടക്കട്ടെ. ഗൈസ് ഇവരുടെ നടുവിലോട്ട് കൊടുത്താൽ എന്തായാലും ആരെങ്കിലും എന്തായാലും ഔട്ടാക്കാൻ പറ്റും. അതെനിക്ക് ഉറപ്പാണ്. ഇമോട്ട് ഫോൾട്ട് ആൻഡ് ഫാം. അയ്യോ ഗൈസ്. സെയിം ലോക്ക് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. ഏന്നാ ഗൈസ്. ഒരുത്തനെയും കൂടെ ഉണ്ട്. അടുത്ത കളി വന്നു ഗൈസ്. ഇതിനകത്ത് എന്തായാലും ഞാൻ ജയിച്ചിരിക്കും ഗൈസ്. അവൻ്റെ ആ റെയിൻബോ സ്കിന്നുണ്ട് ഗൈസ്. റെയിൻബോ സ്കിൻ കിട്ടാൻ ഒരു വഴിയേ ഉള്ളൂ ഗൈസ്. വീഴുമ്പോൾ 6-7 ആനിമേഷൻ ഗൈസ്. നിങ്ങൾ കണ്ടായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ കണ്ടു. ശ്രദ്ധിച്ച്. ഗൈസ് ഞാനൊരുത്തനെ നോക്കൗട്ട് ചെയ്തിട്ട് ഇവനെ എങ്ങനെയെങ്കിലും നോക്കൗട്ട് ചെയ്യണം ഗൈസ്. അതാണ് നമ്മുടെ
ലോക്ക് ചെയ്യും. അവനെ അങ്ങോട്ട് കഴിച്ച് അവനെ ഒരിടത്തിട്ട് പൂട്ടണം. ഇവിടെ ഇട്ട് പൂട്ടിയിട്ട് അവൻ്റെ മേത്തോട്ട് ഫുള്ള് അങ്ങ് അടിക്കണം. അവന് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്തായാലും ജയിക്കും ഗൈസ്. ഓ ഞാനും ഔട്ടായി ഗൈസ്. ഗൈസ് ഇതെന്താ എംബറർ ടൗൺ ഗോ AFK? എംബറർ ടൗൺ എന്തുവാ ഇതെന്തുവാ? ഓ ഈ ബെറി എങ്ങനെ കിട്ടുന്നത് എനിക്കറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ എന്തുവാ? ഓ ടോപ്പ് ഹീലർ ബോർഡ് പ്രിൻസ് ക്ലബ്. നമുക്ക് ഇതിനകത്തൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം ഗൈസ് എന്താന്ന്. ഗൈസ് അപ്പോൾ ഇതോടെ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ നിർത്തുവാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും